ഇന്ന് റമളാൻ 3 ഫാത്തിമ ബീവിയുടെ വഫാത്ത് ദിനം. മുത്തുനബിയുടെ കരളിൻ്റെ കഷ്ണമായ ഫാത്തിമ ബീവി മകൾക്ക് വിവാഹപ്രായമായപ്പോൾ തെരഞ്ഞെടുത്തത് മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനെയാണ്. മാതൃകാപരമായ ദാമ്പത്യം ആരെയും കരയിപ്പിക്കും ഫാത്തിമ ബീവിയുടെ അവസാന സമയങ്ങൾ. അലി റളിയല്ലാഹു അൻഹു ഒരു ദിവസം വീട്ടിലേക്ക് ചെന്നപ്പോൾ ഫാത്തിമ ബീവി വീട്ടുജോലികൾ ചെയ്തു തീർക്കുകയാണ്. മക്കളായ ഹസൻ ഹുസൈനെ കുളിപ്പിക്കുന്നു, തല തോർത്തിക്കൊടുക്കുന്നു, വസ്ത്രം ധരിപ്പിക്കുന്നു. ഇതിനിടയിൽ ഭക്ഷണവും ഉണ്ടാക്കുന്നുണ്ട്. ചെറിയ മക്കളുള്ള എല്ലാ ഉമ്മമാരുടെയും അവസ്ഥ ഇത് തന്നെയാണല്ലോ. പക്ഷേ അലി റളിയല്ലാഹു അൻഹുവിനെ കണ്ടുവെങ്കിലും കണ്ട ഭാവം നടിച്ചില്ല. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഫാത്തിമ, എന്നെ കണ്ടിട്ടും ഇതുവരെ മിണ്ടാതിരുന്നതെന്തേ? ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ. കേട്ട ഉടനെ ഫാത്തിമ ബീവി ഇങ്ങനെ പറഞ്ഞു, ഞാനൊരു വിരുന്നു പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. മക്കളെയും നിങ്ങളെയും തൽക്കാലം കൂട്ടാൻ പറ്റില്ല. പോകുന്നതൊക്കെ കൊള്ളാം, എപ്പോഴാ മടക്കം? ഖിയാമത്ത് നാളാവുന്നതുവരെ ഞാൻ മടങ്ങി വരില്ല. ഇടിവെട്ടേറ്റതുപോലെയുള്ള മറുപടി. അലി റളിയല്ലാഹു അൻഹു സ്തംഭിച്ചു നിൽക്കുന്നു. എന്താ ഫാത്തിമ ഈ പറയുന്നത്? പ്രിയതമയുടെ മുഖത്ത് നോക്കി കരയുമ്പോൾ പണ്ട് മുത്തുനബി പറഞ്ഞത് ഓർക്കുന്നുണ്ട് അലി റളിയല്ലാഹു അൻഹു. ഫാത്തിമ സ്വർഗത്തിലും നിന്റെ ഭാര്യയായിരിക്കും. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ തന്നെ മയ്യത്ത് പരിപാലനം നടന്നു. ജീവിതകാലത്ത് അന്യ പുരുഷന്മാരാരും ഫാത്തിമ ബീവിയുടെ ഔറത്ത് കണ്ടിട്ടില്ല. മരണസമയത്തും അങ്ങനെ തന്നെ. മരണസമയത്തും നമ്മുടെ രക്ഷയ്ക്കു വേണ്ടി മാത്രം വാശി പിടിച്ച, ജീവിതം മുഴുവനും അന്യരെ കാണാതെ സൂക്ഷ്മത പുലർത്തിയ, ഭർത്താവിൻ്റെ ഇല്ലായ്മകളിൽ വല്ലായ്മ പറയാതെ കൂടെ നിന്ന പൊന്നുമ്മ ഫാത്തിമ ബീവി നമുക്ക് മാതൃകയാണ്.